പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാരാനാത്ത യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷിതർക്കും ഇതിൻ്റെ സഹകാരികൾക്കും ഉപകാരികൾക്കും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു ഞായറാഴ്ച കൂടി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. 2024 ഓഗസ്റ്റ് മാസം 4-ാം തീയതി വരുന്ന ഞായറാഴ്ച എന്ന് പറയുന്നത് പെന്തക്കൊസ്തിക്ക് ശേഷം വരുന്ന 11ാമത്തെ ഞായറാഴ്ചയാണ്. പ്രിയമുള്ളവരെ, ഈ ഞായറാഴ്ചയുടെ വായനകൾ ഞാൻ നിങ്ങളെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് കേൾപ്പിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കാം. നമ്മൾ തുറന്നു കേട്ടുകൊണ്ട് പോയിരിക്കുന്ന കാര്യങ്ങൾ സന്ധ്യാവായന, പ്രഭാത വായന, വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള പഴയ നിയമ വായന, കുർബാനയുടെ ലേഖനങ്ങൾ, ഏവൻഗേലിയോൻ, ഇതൊക്കെയാണ് നമ്മൾ ധ്യാനിച്ച് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ ഞായറാഴ്ചത്തെ, ഈ 11ാമത്തെ ഞായറാഴ്ചത്തെ, ഈ 4-ാം തീയതി ഞായറാഴ്ചത്തെ വായനകൾ സന്ധ്യയുടെ വായനയായിട്ട് ശനിയാഴ്ചത്തെ സന്ധ്യയിൽ നമ്മൾ വായിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 22 വരെ വാക്യങ്ങളാണ്. ഞായറാഴ്ച പ്രഭാത വായന വിശുദ്ധ ബൈബിളിൽ നിന്ന് സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 33 മുതൽ 50 വരെ വാക്യങ്ങളാണ്. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള വായനകൾ, പഴയ നിയമ വായനകൾ 3 എണ്ണമാണ്. ഒന്ന് ലേവ്യർ പുസ്തകം 19-ന്റെ 13 മുതൽ 18 വരെ, യോശുവയുടെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 14 വരെ, മലാക്കി പ്രവചനം 1 മുതൽ 6 വരെ തിരുവചനങ്ങൾ. വിശുദ്ധ കുർബാനയുടെ ലേഖനങ്ങൾ വായിക്കുന്നത് യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം പൊതുവിനുള്ള വായനയാണ്, 14 മുതൽ 26 വരെ വാക്യങ്ങൾ. രണ്ടാമത്തെ ലേഖനം പൗലോസ് ശ്ലീഹ എഴുതിയ ലേഖനം ഇടതുവശത്ത് വായിക്കുന്ന 1 കൊരിന്ത്യർ 14-ാം അധ്യായം 34 മുതൽ 40 വരെ വാക്യങ്ങൾ. സുവിശേഷം ഏവൻഗേലിയോൻ വായിക്കുന്ന വിശുദ്ധ മർക്കോസ് 6-ാം അധ്യായം 7 മുതൽ 13 വരെ വാക്യം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഓരോ വായനകളിലൂടെയും അല്പസമയം നമുക്ക് ധ്യാനിച്ച് കടന്നു പോകാമെന്ന് പ്രത്യാശിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, പെന്തക്കൊസ്തിക്ക് ശേഷം വരുന്ന 11ാമത്തെ ഞായറാഴ്ച വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കേണ്ടതിൻ്റെ ഒരുക്കമായി ഞങ്ങൾ നടത്തി വരുന്ന ഈ വചന ധ്യാനത്തെ, ശുശ്രൂഷയെ അവിടുന്ന് തൃക്കൺ പാർത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പങ്കുവെക്കുന്ന എന്നെ, ബലഹീനനായ എന്നെ അവിടുത്തെ കരങ്ങളിൽ എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്ന മാത്രം സംസാരിക്കുവാൻ കൃപയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന മക്കൾക്ക് നല്ലൊരു സത്യ ആരാധനയ്ക്ക് ഒരുങ്ങി വരുവാൻ, സത്യ ആരാധനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന അനുഭവിച്ച് ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷ ക്രമീകരിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെക്കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങേക്ക് അസാധ്യമായതൊന്നുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് പാപികളും ബലഹീനരുമായ ഞങ്ങളെയും അവിടുത്തെ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തിയതിനാൽ സ്തോത്രം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും ഞങ്ങൾ ചൊരിയണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 22 വരെ വാക്യങ്ങളിലാണ് സന്ധ്യയുടെ വായന ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നത് പരസ്പരം സഹോദരങ്ങൾ തമ്മിൽ വൈരമുണ്ടാകരുത്, സഹോദരങ്ങളെ പരസ്പരം തിരുത്തണം, തെറ്റുതിരുത്തി മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. അതിന് ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ 1ാമത്തെ വായനയിൽ നമ്മൾ പറയുന്നത്, സഹോദരൻ തെറ്റ് ചെയ്താൽ അവന് നീ മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിൻ്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിൻ്റെ സഹോദരനെ നേടി, അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ 2-3 സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി 1-2 സാക്ഷികളെ കൂടി നിന്നോടൊത്ത് കൊണ്ടുപോവുക. അവൻ അവരെയും അനുസരിക്കുന്നില്ല, സഭയോട് പറയുക. സഭയെപ്പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് ചുങ്കക്കാരനെ പോലെയും വിജാതീനെ പോലെയും ആയിരിക്കട്ടെ എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിൻ്റെ സഹോദരനുമായിട്ട് നിറന്നുകൊള്ളുക. നിൻ്റെ സഹോദരന് എന്തെങ്കിലും പകയുണ്ടെന്ന് തോന്നിയാൽ നിൻ്റെ ബലിവസ്തു താഴെ വെച്ചിട്ട് അവനുമായി രമ്യതപ്പെട്ടിട്ട് വേണം നീ ബലിയർപ്പിക്കാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രിയമുള്ളവരെ, ഈ ബലിയർപ്പിക്കുവാനുള്ള ഈ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമാകുന്ന ഈ ധ്യാനത്തിൽ, ഈ സന്ധ്യയിൽ നമ്മൾ ആലോചിക്കുക, ഏതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥതകൾ എൻ്റെ സഹോദരങ്ങളുമായിട്ട്, എൻ്റെ സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു രക്തത്തിൽ പിറന്നവരെന്ന് മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ക്രൈസ്തവ ഗോളത്തിലെ, ക്രൈസ്തവ സമൂഹത്തിലെ
എൻ്റെ ഇടവകയിൽ, എൻ്റെ ഭദ്രാസനത്തിൽ, എൻ്റെ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയായിട്ട്, ഇനി കുറച്ചും കൂടി വ്യാപകമായി നമ്മൾ ചിന്തിച്ചാൽ എല്ലാ ദൈവത്തിൻ്റെ ആത്മാവിനാലായതുകൊണ്ട് ലോകത്തുള്ള ഏതെങ്കിലും മനുഷ്യൻ ആയിട്ടോ എനിക്ക് അസ്വസ്ഥതയുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ തിരുത്തണം 3 ഘട്ടമാണ് പറയുന്നത്. ഒന്ന്, അവൻ മാത്രമുള്ളപ്പോൾ ചെയ്ത തെറ്റ് സംസാരിക്കുക, അവന് ബോധ്യപ്പെട്ടാൽ അവന് നേടി. ഇല്ലെങ്കിൽ 2ാം ഘട്ടം പറയുന്നത് 2 3 സാക്ഷികളുടെ മുൻപാകെ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുക. ഒരു മധ്യസ്ഥ ശ്രമം. ഞാൻ അവനായിട്ട് കൂട്ടൊന്നുമില്ല, ശരിയാവില്ല, ഞാനിപ്പോൾ അവനോട് മിണ്ടാറില്ല, എനിക്ക് ആ കാര്യവും വേണ്ട, ഞാൻ എൻ്റെ ദൈവവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ പ്രാർത്ഥന, ഞാൻ കൃത്യമായിട്ട് പള്ളിയിൽ പോകും, കൃത്യമായിട്ട് വഴിപാട് കൊടുക്കും, ഞാൻ ഈ കച്ചറകളോടൊന്നും ഇടപെടില്ല. ഈ മനോഭാവം ഉള്ളവരുണ്ട്. പക്ഷെ ആ മനോഭാവം വേണ്ട. അത് അഹംഭാവത്തിൻ്റെ മനോഭാവമാണ്. മറിച്ച് 2ാം ഘട്ടം, അവൻ രമ്യതപ്പെടാൻ കൂട്ടാക്കുന്നതിൽ 2 3 സാക്ഷികളെ കൊണ്ടുവരിക. എന്നിട്ടും കൂട്ടാക്കുന്നതിൽ 3ാമത്തെ ഘട്ടം, സഭയോട് പറയുക. പ്രാദേശിക സഭയെന്നുള്ള നിലയ്ക്ക് ഇടവകയുടെ വികാരി അറിയിക്കുക. അവരൊക്കെ ഇടപെടട്ടെ, മെത്രാച്ചൻ ഇടപെടട്ടെ, പരിഹരിക്കാൻ. ഒക്കെ ഇടപെട്ടിട്ടും കൂട്ടാക്കുന്നില്ലെങ്കിൽ പുറജാതിക്കാരനെ പോലെയാകട്ടെ, വിജാതീയനെ പോലെയാകട്ടെ. കാരണം എന്താണ്? പിന്നെ അവനെ പ്രാർത്ഥിച്ച് നേടുക എന്ന് മാത്രമേ ഫലമുള്ളൂ. പ്രാർത്ഥിച്ച് നേടുക, അത്രമാത്രമേ ഫലമുള്ളൂ. ലേവ്യ പുസ്തകം 19:17 പറയുന്നു, സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത്. ചില ആളുകൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കിട്ട് പണിതാന്ന് ഞാൻ പണിയും, പക്ഷേ പുറമേ ആർക്കും അറിയില്ല, പുറമേ എനിക്ക് ആരോടും ശത്രുവില്ല, ഏത് പണിതവനെ കണ്ടാലും ഞാൻ ചിരിച്ചുകൊണ്ട് വർത്താനം പറയും എന്ന് പറയുന്ന മനുഷ്യരുണ്ട്. ആത്മീയ മണ്ഡലത്തിൻ്റെ ഔന്നത്യത്തിൽ നിൽക്കുന്നവർ വരെ അങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കിട്ട് പണിതാൽ ഞാൻ പണിയും, അതിനിപ്പോൾ ആര് പണിതാലും, ട്രസ്റ്റ് പണിതാലും വേണ്ടില്ല, ഏത് ആളാണെങ്കിലും ഞാൻ പകവെക്കില്ല, പണിയും ഞാൻ. പക്ഷേ ഞാൻ എല്ലാവരോടും ചിരിക്കും, എല്ലാവരോടും വർത്താനം പറയും. ലേവ്യർ പുസ്തകം. അങ്ങനെ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ഇരുമനസ്സോടുകൂടി ഈ വചനം കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ലേവ്യർ 19:17 യഹോവയായ ദൈവം പറയുന്നു, സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത്. നിന്റെ ഹൃദയത്തിൽ പക വെച്ചുകൊണ്ട്, വെറുപ്പ് വെച്ചുകൊണ്ട് നീ അവനിട്ട് പണിയരുതെന്ന്. അവൻ നിനക്ക് പണിതിട്ടുണ്ടെങ്കിൽ അവനെ നീ സഭയിൽ കൊണ്ടുവരിക. അവന് മാത്രമുള്ളപ്പോൾ നീ പറഞ്ഞു കൊടുക്കുക. അനുസരിക്കുന്നെങ്കിൽ 2 3 സാക്ഷികളുടെ മുമ്പാകെ പറയുക. എന്നിട്ടും കൂട്ടാക്കുന്നതിൽ സഭയിൽ കൊണ്ടുവരിക. എന്നിട്ട് പറ്റിയിൽ നീ പ്രജാതിനെ പോലെ കാണുക, അല്ലാതെ നീ പണിയരുത്. നീ പണിതാൽ നിനക്ക് അപകടമാണ്, ഞാൻ പണിതാൽ എനിക്ക് അപകടമാണ്. സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത്. ഗലാത്യർ 6:1 പറയുന്നു, സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിലാക്കപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ വീണ്ടെടുക്കുവീൻ. ഗലാത്യർ 6:1, സഹോദരരെ, ഒരുവൻ ഏതെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ വീണ്ടെടുക്കുവിൻ. ആത്മീയരായ നിങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തിരിച്ചു പണിയരുത്, ആത്മീയരായിരിക്കണം. 19ാമത്തെ വാക്യം 15 സന്ധ്യാവായനയിൽ മത്തായി 18:15 മുതൽ നമ്മൾ വായിക്കുമ്പോൾ 19ാമത്തെ വാക്യം പറയുന്നു, ഭൂമിയിൽ നിങ്ങൾ 2 പേർ യോജിച്ച് ഏത് കാര്യവും ചോദിച്ചാലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരുമെന്ന്. അതെ, 2 പേർ ഐകമത്യപ്പെടും. മക്കളും മാതാപിതാക്കളും തമ്മിൽ തെറ്റി നിൽക്കുകയാണോ? ഈ കുർബാനയ്ക്ക് ഒരുക്കമായിട്ട് അപ്പനും അമ്മയും ഐകമത്യപ്പെട്ട് മക്കളെ സ്നേഹിക്കാൻ കൃപ നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അമ്മ ഒറ്റപ്പെട്ട് നിൽക്കുകയാണോ? അപ്പനും മക്കളും ചേർന്ന് പ്രാർത്ഥിക്കണം. 2 പേർ. എണ്ണം കൂടിയ മക്കളുള്ള വീട്ടിലാണോ? ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ വഴക്കാണോ? ആരെങ്കിലും ഒരുത്തനൊക്കെ ആയിട്ട് കൂട്ടുണ്ടാവുമല്ലോ, അവരെ ചേർത്ത് പിടിച്ചിട്ട്
പ്രാർത്ഥിക്കണം. രണ്ടുപേർ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഏത് കാര്യം ചോദിച്ചാലും സ്വർഗ്ഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. കാരണം അതിൻ്റെ 20-ാമത്തെ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നുവോ അവരുടെ മധ്യത്തിൽ ഞാനുണ്ടായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, ഈ ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ എന്ന്. 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ എന്ന്. യേശു പറഞ്ഞു, 7 അല്ല 7 70 വട്ടം എന്ന് പറഞ്ഞാൽ പരിധിയില്ല അതിന്. എപ്പോൾ കണ്ടാലും ക്ഷമിക്കണം, അതിന് എളിമപ്പെടണം. ഒരു ഉദാഹരണം പറഞ്ഞ് ആ ഭാഗം ഞാൻ വിടാം. ഞങ്ങൾ ഒരു സ്ഥലത്ത് ധ്യാനം കഴിഞ്ഞ് ഒരു ഇടവപ്പള്ളിയിൽ ധ്യാനിപ്പിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ വികാരി അച്ഛൻ ഞങ്ങളുടെ ആത്മീയ ഗുരുവായ ധ്യാനഗുരു അച്ഛനോട് പറഞ്ഞു, ഈ ഇടവകയിൽ 2 ജ്യേഷ്ഠനിയന്മാർ തമ്മിൽ ഈ വെള്ളത്തിൻ്റെ തർക്കമാണെന്ന് പറഞ്ഞു. അവരുടെ കൃഷിഭൂമി നനയ്ക്കുന്ന വെള്ളം ഉറവിൽ നിന്നും മലമോളിൽ നിന്ന് വന്ന വെള്ളമാണ്. അത് ഒരാളുടെ പറമ്പിൽ ആദ്യം തടകെട്ടി നിർത്തിയിട്ട് ആ പറമ്പ് നനച്ചിട്ടാണ് അടുത്തയാളുടെ പറമ്പിലേക്ക് വിടുന്നത്. അപ്പോൾ വെള്ളം വേനൽക്കാലം വരുമ്പോൾ വെള്ളം കുറയും. അപ്പോൾ ആദ്യത്തവൻ അടുത്ത പറമ്പുള്ളവൻ വെള്ളം മിക്കവാറും ദിവസം കെട്ടി നിർത്തും. മറ്റവൻ്റെ അടയ്ക്ക കമുക ഉണങ്ങിത്തുടങ്ങി എന്ന് പറയുകയാണ്. കുടിയേറ്റ മേഖലയിലാണ്. അപ്പോൾ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ഈ ധ്യാനഗുരു അച്ഛനോട് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ദിവസം ധ്യാനം കഴിഞ്ഞ് 4 മണിക്ക് കൺവെൻഷൻ കഴിഞ്ഞ് ഞങ്ങളൊരു ചായയും കുടിച്ചിട്ട് ഈ ചേട്ടനനിയന്മാരുടെ വീട് ലക്ഷ്യമാക്കി പോവുകയാണ്. ഒരു കാട്ടിലൂടെ കയറി പോകണം, വനാതിർത്തിയിലാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ് ആദ്യം ചെന്നത്. അപ്പോൾ എല്ലാ കാര്യവും ഇടപെട്ട കാര്യമാണെന്നാണ് പറയുന്നത്. കോടതി വല്ലാണ് ഇപ്പോൾ കേസ് നിൽക്കുന്നത്. അപ്പോൾ ജ്യേഷ്ഠൻ്റെ അടുത്ത് ചെന്നപ്പോൾ, ജ്യേഷ്ഠൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ജ്യേഷ്ഠനൊക്കെ കടയിൽ ജോലിക്ക് പോയിരിക്കുകയാണ്, ബിസിനസ്സൊക്കെയാണ്. ഭാര്യ ഞങ്ങളെ സ്വീകരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് കയറിയിരിക്കുന്നു പറഞ്ഞ്, ഞങ്ങൾ പള്ളിയിൽ ധ്യാനത്തിന് വന്നതാണ്, ധ്യാനത്തിന് കണ്ടില്ലല്ലോ എന്നൊക്കെ ചേച്ചിയോട് ഇങ്ങനെ ഒരു സൗഹൃദ സംഭാഷണം പറഞ്ഞപ്പോൾ, എവിടെ നിന്ന് വരാനാച്ചാൽ നേരം അതിന് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, അവിടെ അത് ചെയ്യണം ഇവിടെ അത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിലും ഞങ്ങളെ 2-3 ചൂരൽ കസേര കാണിച്ചിട്ട് പറഞ്ഞ് കയറിയിരിക്കുന്നു പറഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ളവർക്കും കൂടി ഇരിക്കാൻ, ഞങ്ങൾ 6-7 പേരുണ്ട്, ബാക്കിയുള്ളവർക്കും കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് കസേര എടുക്കാനായിട്ട് പോയപ്പോൾ ഞങ്ങളുടെ ആത്മീയ ഗുരു അച്ഛൻ പറഞ്ഞു, ഈ പ്രശ്നം തീരണമെങ്കിൽ നമ്മളിവിടെ ഒരുപാട് എളിമപ്പെടണം. അവരല്ല എളിമപ്പെടേണ്ടത്, നമ്മളാണ് എളിമപ്പെടേണ്ടതെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഈ ചേച്ചി നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന കസേരയിൽ ആരും ഇരിക്കണ്ട, നമുക്ക് താഴെ ഈ മുറ്റത്ത് ചമ്രം പടിഞ്ഞിരിക്കാമെന്ന് പറഞ്ഞു. അവിടെ അവരുടെ കാപ്പിക്കുരുവൊക്കെ ഉണക്കാനിട്ടിരിക്കുന്ന, കുരുമുളകൊക്കെ ഉണക്കാനിട്ടിരിക്കുന്ന ആ ഭാഗത്ത് ചാണകം മെഴുകി വട്ടത്തിൽ മെഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അച്ഛൻ പറഞ്ഞു, ഞങ്ങളുടെ ആത്മീയ ഗുരു ഞങ്ങളോട് പറഞ്ഞു നമുക്കെല്ലാവർക്കും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ചേച്ചി വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു. ആ ചേർത്തി കസേരയൊക്കെ ആയിട്ട് ബാക്കി കസേരയൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങളവിടെ പ്രാർത്ഥന ആരംഭിച്ചു. അയ്യോ, ആ ചേച്ചി പറഞ്ഞു, അച്ഛനും ഒക്കെ ബ്രദർമാരൊക്കെ ഇവിടെ ഇരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞു, എവിടെ ഇരുന്നാൽ എന്താ ചേച്ചി, ഇതൊക്കെ മണ്ണിലേക്ക് പോകേണ്ടതല്ലേ എന്ന് പറഞ്ഞു. അയ്യോ, കുപ്പായത്തിൽ അഴുക്കാവൂലേ, മേത്ത അഴുക്കാവൂലേ, ചാണകൻ മെഴുകിയതല്ലേ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എവിടെ ഇരുന്നാൽ എന്താണ്, ഇതെല്ലാം പുഴുക്കൾക്കിരയാകേണ്ടതല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് ചേച്ചി ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു. ആ ചേച്ചീനെയും ആ ചാണകം മെഴുകിയ തറയിലിരുത്തി ആ മിറ്റത്താന്ന് ഓർക്കണം, ഇറയത്ത് പോലുമല്ല, മിറ്റത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ആ ചേച്ചി കുറേ സങ്കടങ്ങളൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എന്നാലും അച്ഛാ, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ചേട്ടനെ വിളിച്ചുകൊണ്ടിരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചേട്ടനെ വിളിക്കാൻ ഒരാളെ പറഞ്ഞുകൊണ്ട് ചേട്ടനും വന്നു. പ്രിയമുള്ളവരെ, എന്തിനു പറഞ്ഞു, ഞങ്ങളൊരു 3-4 മണിക്കൂർ അവിടെ ചിലവഴിച്ചു. രാത്രി ഒരു 8 മണിയായപ്പോഴത്തേക്കും ഈ ചേട്ടനെയും ഈ ചേച്ചീനെയും കൂട്ടി അനിയൻ്റെ പറമ്പ് കുറച്ചും കൂടി അപ്പുറത്താണ്, അനിയൻ്റെ വീട്ടിൽ ചെന്നു. അവിടെയും അവരോട് സമ്പാദിച്ചു. ഇവർ 2 പേരെയും അന്ന് രാത്രി അനുരഞ്ജനത്തിലാക്കി. പിറ്റേ ദിവസം 2 കൂട്ടരോടും പള്ളിയിൽ ധ്യാനിക്കാൻ വരാൻ പറഞ്ഞു. അവർ 2 കൂട്ടരും ധ്യാനത്തിന് വന്നു. ധ്യാനം തുടങ്ങുന്നതിന് 1/2 മണിക്കൂർ നേരത്തെ വരാൻ പറഞ്ഞു. വികാരി അച്ഛൻ്റെ മുമ്പിൽ വെച്ച് 2 കൂട്ടരെയും അനുരഞ്ജനപ്പെടുത്തി 2 കൂട്ടർ കേസ് പിൻവലിച്ചോളാമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമുക്ക് ആ അച്ഛൻ പറഞ്ഞ കാര്യം ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. ഇവരനുരഞ്ജനപ്പെടണമെങ്കിൽ നമ്മൾ താഴണം, നമ്മൾ എളിമപ്പെടണമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, വലിയൊരു കുന്നിൻ്റെ മുകളിൽ നിന്ന് വലിയവനാകുകയില്ല. നമ്മൾ എളിമപ്പെടണം.
2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നു, എൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, എളിമയുള്ള വിനയമുള്ള അവൻ്റെ വ്യക്തിത്വത്തിൽ കൂടുന്നു, അവിടെ അനുരഞ്ജനമുണ്ടാകും, അവിടെ യേശുവുണ്ട്. ഹല്ലേലൂയ. ആ ഭാഗം ഞാൻ വിടട്ടെ. പ്രഭാതത്തിൻ്റെ വായന നമുക്കെല്ലാവരും നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ള, കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ ചിന്തിച്ചിട്ടുള്ളതാണ്. ഒരു ശിശുവിനെ സ്വീകരിക്കുക, സ്വർഗരാജ്യം, ആരാണ് വലിയവൻ എന്ന ഭാഗമാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 33 മുതൽ 50 വരെ വാക്യങ്ങളിൽ. അവിടെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ വായിച്ച മത്തായിയുടെ സുവിശേഷത്തിൽ സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവൻ, എന്നാൽ മർക്കോസ് പ്രതിപാദിക്കുന്നത് ആരാണ് വലിയവൻ എന്നാണ്. അപ്പോൾ അവിടെ ശിശുവിനെ കാണിച്ചിട്ട് പറയുകയാണ് ഈ ശിശുവിനെ പോലെ ആകുന്നവൻ എന്നാണ്. ശിശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, സ്പീഡിൽ പറയട്ടെ, ഭൗമികമായ യാതൊരു പ്രതിഫലവും സ്വീകരിക്കാതെ, ഭൗമികമായ യാതൊരു പ്രതിഫലവും ഇഷ്ടപ്പെടാതെ, ആഗ്രഹിക്കാതെ ഏറ്റവും നിസ്സാരനായ ഒരു വ്യക്തിയെ സ്വീകരിക്കുക എന്ന അർത്ഥം വരും അതിനകത്ത്. വീണ്ടും അതിനകത്ത് അടുത്തൊരു ഭാഗം പറയുന്നുണ്ട്, ഞങ്ങൾ അവരെ തടഞ്ഞു, കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല. യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ ബഹിഷ്കരിക്കുന്ന കുറേ ആളുകളുണ്ടപ്പോൾ ശിഷ്യന്മാർ വരെ തടഞ്ഞു, പാടില്ല എന്ന് പറഞ്ഞിട്ട് യേശുവിനോട് ഇന്ന് ശിഷ്യന്മാർ പറയുകയാണ്, ഞങ്ങളവനെ തടഞ്ഞു, എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ ബഹിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ യേശു പറയാണ്, തടയണ്ട, നമുക്ക് പ്രതികൂലമല്ലാത്തവൻ നമുക്ക് എതിരല്ല, അവരെ തടയണ്ട എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് നമ്മളെ അനുഗമിച്ചില്ല എന്നാണ്, യേശുവിനെയല്ല, ശിഷ്യന്മാരുടെ കൂടെ ചേർന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു സഭ മറ്റൊരു സഭയെ തടയരുത്, എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയായി കാണണം. മർക്കോസും ബർന്നാബാസും തമ്മിൽ പിരിഞ്ഞു, പരിശുദ്ധാത്മാവരെ തടഞ്ഞില്ല. മർക്കോസ് പൗലോസ് ശീലാസിനെയും കൂട്ടി ശുശ്രൂഷയ്ക്ക് പോയി, ബർന്നാബാസ് മർക്കോസിനെയും കൂട്ടി ശുശ്രൂഷയ്ക്ക് പോയി. 2 കൂട്ടരെയും ശുശ്രൂഷ അഭിവൃദ്ധിപ്പെട്ടു എന്ന് ബൈബിൾ പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരിക്കലും ഞാൻ ശരി അവൻ ശരിയല്ല എന്ന് പറയരുത്. അല്ല, 48-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടുമെന്ന്. അഗ്നിയാൽ എല്ലാവരും സഹനത്തിൻ്റെ തീച്ചോളയിലൂടെ വിശുദ്ധീകരിക്കപ്പെടും. എല്ലാവരും വിശുദ്ധീകരിക്കപ്പെടുന്ന അങ്ങനെയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടിയുള്ള സഹനങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതിന് ആരും ഭാരപ്പെടേണ്ട. ആ വിഷയവും ഞാൻ വിടട്ടെ. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള വായനകൾ, പഴയ നിയമ വായനകൾ നമുക്കും വായിച്ചു പോകാം. ലേവ്യർ പുസ്തകം 19-ന്റെ 13 മുതൽ 18 വരെയാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അതിൽ 3 കാര്യമാണ് പറയുന്നത്. അയൽക്കാരനെ മർദ്ദിക്കുകയോ കൊള്ളയടിക്കുകയോ ചെയ്യരുത്. ലേവ്യ പുസ്തകം 19-ന്റെ 13 മുതൽ 18 വരെ വാക്യങ്ങളിൽ ഒന്നാമത്തെ ചിന്ത, അയൽക്കാരനെ മർദ്ദിക്കുകയോ കൊള്ളയടിക്കുകയോ ചെയ്യരുത്. അയൽക്കാരൻ്റെ ഒരു സാധനവും എടുക്കരുത്, അതിർത്തിക്കല്ല് മാറ്റരുത്, ഒക്കെ ബൈബിളിലുള്ളതാണ്. അവനെ മർദ്ദിക്കാൻ പാടില്ല. കയ്യൊക്കുകൊണ്ട് നമുക്ക് ഞാൻ നിന്നെ ഇപ്പോൾ തട്ടിക്കളയിടാമെന്നൊന്നും പറയാൻ പാടില്ല. മർദ്ദിക്കുകയോ കൊള്ളയടിക്കുകയോ അവൻ്റെ മുതൽ കട്ടെടുക്കുകയോ ഒന്നും ചെയ്യരുത്. രണ്ടാമത്തെ ചിന്ത, കൂലിക്കാരന് വേതനം നൽകാൻ പിറ്റേന്ന് രാവിലെ വരെ കാത്തിരിക്കരുത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് ശനിയാഴ്ചയാണ്, നമ്മൾ വിശുദ്ധ ആരാധനയ്ക്ക് ഒരുങ്ങുകയാണ്. ശനിയാഴ്ച ദിവസമൊക്കെയാണല്ലോ ആരെങ്കിലുമൊക്കെ കണക്ക് തീർക്കുന്നത്, കൂലി. അപ്പോൾ അതുകൊണ്ട് കാത്തിരിക്കരുത്, അതൊക്കെ കൊടുത്തു തീർക്കണമെന്ന്. ഇല്ലെങ്കിൽ സ്നേഹത്തോടെ വിനയത്തോടെ പറയണം, ഇന്നില്ല നാളെ തരാൻ കേട്ടോ എന്ന്. അപ്പോഴും അവൻ പട്ടിണിയാണോ എന്നും കൂടി പരിശോധിച്ച് നോക്കണം. ഇല്ല 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 എന്ന് പറഞ്ഞ് പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചുരുക്കി കൊണ്ടുവന്ന് എഴുതിത്തള്ളുന്ന രീതിയിലേക്ക് പോകരുത്. അവൻ്റെ ശാപം ഏറ്റുവാകരുത്. വേലക്കാരൻ്റെ കൂലി പ്രതികാരത്തിനായി നിലവിളിക്കുമെന്ന് പരിശുദ്ധ സഭ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രതികാരത്തിനായി നിലവിളിക്കുന്ന പാപങ്ങൾ ഏതൊക്കെയെന്ന് നമസ്കാര പുസ്തകത്തിലും വിശുദ്ധ കുർബാന പുസ്തകത്തിൻ്റെ ഉള്ളിലും എഴുതി വച്ചിരിക്കുന്ന ഭാഗം നമ്മൾ വായിച്ചാൽ, സ്വർഗത്തോട് പ്രതികാരം ചെയ്യണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു ഭാഗത്തിൽ വേലക്കാരൻ്റെ കൂലി കബളിപ്പിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് ലേവ്യ പുസ്തകത്തിൽ പറയുന്നു, കൂലിക്കാരന് വേതനം നൽകാൻ പിറ്റേന്ന് രാവിലെ കാത്തിരിക്കരുത്. വീണ്ടും നമ്മൾ വായിക്കുന്ന യോശുവയുടെ പുസ്തകം 23:7-14 പ്രിയമുള്ളവർ, അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഈ ഒരു വിശുദ്ധ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ കൈ ശുദ്ധമായിരിക്കണം. എന്ന് പറഞ്ഞാൽ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്ന പോലെ, പുരുഷന്മാർ എല്ലായിടത്തും
തങ്ങളുടെ പവിത്രമായ കരമുയർത്തി സ്തോത്രം ചെയ്യണം കർത്താവിന്. പുരുഷന്മാർ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. അതിൻ്റെ കൈകൾ വിശുദ്ധമായിരിക്കണം. അപ്പോൾ രണ്ടാമത്തെ വായന നമ്മൾ യോശുവയുടെ പുസ്തകത്തിൽ നിന്നാണ് 23:7 മുതൽ 14 വരെ വാക്യങ്ങൾ. അതിലിങ്ങനെയാണ് പറയുന്നത്: അന്യദൈവങ്ങളെ ആരാധിക്കുകയോ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിലാകുകയോ അരുത്. അന്യദൈവങ്ങളെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ, ഇത് ഞാൻ മുമ്പ് ഉള്ള ഞായറാഴ്ചകളിലെ ആരാധനയ്ക്ക് ഒരുക്കമാകുന്ന ഭാഗത്ത് ഞാൻ വ്യാഖ്യാനിച്ചുള്ളതുകൊണ്ട് അതുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് പോകട്ടെ. പ്രിയമുള്ളവരെ, മലാക്കി 3-ാമത്തെ വായന മലാക്കി പുസ്തകമാണ്. പ്രവചന പുസ്തകങ്ങളിൽ ഏറ്റവും അവസാനത്തെ പുസ്തകമാണ് മലാക്കി പ്രവചനത്തിൽ. അതിൻ്റെ 4-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങൾ. എന്താണ് പറയുന്നത് അറിയാമോ? ചൂള, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു. അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോൽ പോലെയാകും. ആ ദിനം അവരെ വേരും ശാഖയും അവശേഷിക്കാത്ത വിധം ദഹിപ്പിച്ചു കളയും. വൈക്കോൽ പോലെയാവും. അഗ്നിയിൽ ഉറകൂട്ടപ്പെടുമെന്നവർ അഗ്നിയാൽ ശോധന ചെയ്യപ്പെടുമെന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവർ, അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരൊക്കെ വൈക്കോല് പോലെ കത്തിച്ചാമ്പലായി പോകുമെന്ന്. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. അവൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. കണ്ടോ? ഒരു വിശുദ്ധ കുർബാന ഒരുക്കത്തോടു കൂടി പോയി അനുഭവിച്ച് വരുന്നവൻ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കും, നിങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കും. നിങ്ങൾ സന്തോഷിച്ച് തുള്ളിച്ചാടി സമാധാനത്തോടെ പോകുക എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള തുള്ളിച്ചാടലാണ്? തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ തൻ്റെ തള്ളയുടെ പാല് കുടിച്ച് അങ്ങനെ സന്തോഷിച്ച് അത് ദഹിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ആരോഗ്യമാകുന്നതിന് വേണ്ടി ഒരു പശുക്കടാവ് തുള്ളിച്ചാടുന്ന പോലെ. നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളുടെ വീട്ടിൽ തൊഴുത്തും പശുവൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചുള്ളതാണ്. പശു തൊഴുത്ത് കണ്ട സമയത്ത് തുള്ളിച്ചാടി പറമ്പ് നിറച്ചോടും. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടിയെ പോലെ തുള്ളിച്ചാടും. കാരണം എന്താ? എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ആരാധനയ്ക്ക് വന്നാൽ തിരികെ വരുമ്പോൾ ഈ പശുക്കുട്ടിയുടെ അനുഭവം ഉണ്ടാകും. ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു ആരാധന കുർബാന കഴിഞ്ഞ് ചായ കുടിക്കാൻ വന്നിരുന്നപ്പോൾ പള്ളിമുറിയിലേക്ക് കടന്നു വന്ന 1-2 പേര് അന്ന് അനൗൺസ്മെൻറ്റ് ചെയ്ത ചില ഭാഗങ്ങളിലേക്കൊക്കെ പല കാര്യങ്ങളിലേക്കൊക്കെ കടന്നിട്ട് ചർച്ചയ്ക്ക് വിധേയം ചായ കുടിക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ ഷൗട്ടിങ് നടത്തിയപ്പോൾ അവിടെ ആ പള്ളിമുറിയിൽ നിന്ന് കുർബാന കഴിഞ്ഞ് സമാധാനത്തിൽ ചായ കുടിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അത് വൈദികൻ്റെ രോധനമാണ്. സമാധാനത്തോടെ പോകുവിനെന്ന് പറഞ്ഞ് കേട്ട ആഹ്വാനം, പശുക്കുട്ടി തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി തുള്ളിച്ചാടുന്ന പോലെ തുള്ളിച്ചാടേണ്ട ക്രൈസ്തവൻ, നീതി സൂര്യൻ ഉദിച്ചവന്റെ തണലിൽ നിൽക്കേണ്ടവൻ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും വിശുദ്ധ ബലി അർപ്പിക്കാൻ വന്ന വൈദികന് ചായ കുടിക്കാൻ പോലും സമാധാനം കൊടുക്കില്ലാത്ത രീതിയിലേക്ക് ആരാധനകൾ പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതാരുടെ ആരാധനയാണ്, എന്തിൻ്റെ ആരാധനയാണ് എന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അന്ന് അഹങ്കാരികളെല്ലാം ചൂള കത്തുന്ന പോലെ കത്തുന്ന ഒരു ദിവസം വരും. അത് വളരെ സൂക്ഷിച്ചോളണം. കാരണം എന്താണ്? 5-ാമത്തെ വാക്യം പറയുന്നു, കർത്താവിൻ്റെ മഹത്വവും ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുമ്പ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും ആക്കി വെക്കും. അനുരഞ്ജനം നടക്കുന്നു. ആര് വന്നു? ഏലിയ വരുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്ന് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഏലിയ വന്നു. ആരാണ് ഏലിയ? സ്നാപയോഹന്നാൻ എന്ന് പറഞ്ഞു. സ്നാപയോഹന്നാൻ അപ്പൻ്റെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പനിലേക്കും എടുത്തു വെച്ചു. അപ്പൻ്റെ ഹൃദയം മക്കളിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയം മക്കളായി നമ്മുടെ ഉള്ളിലേക്ക് വെച്ചു. നമ്മളുടെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് വെച്ചു. ഹൃദയം ഒന്നായി. അങ്ങനെയാണെങ്കിൽ എൻ്റെ
സ്വർഗീയ പിതാവിൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ അപ്പൻ്റെ പാപത്തിന് ശാപത്തിന് ക്ഷമിച്ച് എൻ്റെ ഹൃദയം അപ്പനിലേക്ക് കൊടുക്കുക. അപ്പൻ എൻ്റെ ഹൃദയം എനിക്ക് തരിക. അപ്പനാണ് ദൈവത്തിൻ്റെ ഹൃദയം സ്വീകരിച്ചെങ്കിൽ അപ്പൻ്റെ ഹൃദയം പാപിയായി എനിക്ക് തരിക. അങ്ങനെ അനുരഞ്ജനപ്പെടുക. പറയുമ്പോൾ ആകത്തുക മൊത്തം എടുത്ത് പറഞ്ഞാൽ അനുരഞ്ജനപ്പെടാതെ രക്ഷയില്ല. അനുരഞ്ജനപ്പെടാതെ രക്ഷയില്ല. പഴയ നിയമത്തിലൂടെ നമ്മൾ അത് കേട്ടു. അപ്പോൾ നല്ലൊരു ആരാധന ഞാൻ നിങ്ങളോട് പറഞ്ഞു, നല്ലൊരു ആരാധന കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? തുള്ളിച്ചാടുന്ന പശു കിടാവ് തൊഴുത്തിൽ തുള്ളിച്ചാടുന്ന പോലെ തുള്ളിച്ചാടുന്ന അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും അതിന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാനയുടെ വായനയിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ കുർബാനയുടെ വായനയിൽ നമ്മൾ കാണുന്ന പ്രിയമുള്ളവരെ ലേഖനങ്ങളാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നേരത്തെ വായിച്ചു കേൾപ്പിച്ചാലുള്ള വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 2:14 മുതൽ 16 വരെ ഓടിച്ചിട്ടൊന്ന് നമുക്ക് പോകാം. അവിടെ എങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? വിശ്വാസം അത് പ്രവർത്തിപഥത്തിലെത്തണമെന്ന്. ആര് വിശ്വാസമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കാതെ പോയാൽ അത് പ്രയോജനമില്ല. 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 26 വരെ വാക്യങ്ങളാണ് പറയുന്നത്. എൻ്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തിയില്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ എന്നിട്ട് ചോദിക്കുന്ന ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക എന്ന് പറഞ്ഞാൽ എന്ത് പ്രയോജനം? പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന അനുഭവിച്ച് പശുക്കിടാവ് തുള്ളിച്ചാടുന്ന പോലെ തുള്ളിച്ചാടി വീട്ടിലേക്ക് പോയി അവനവൻ്റെ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കാനല്ല പറഞ്ഞത്. മറിച്ച് പട്ടിണി പാവങ്ങളിലേക്ക്, ദാരിദ്ര്യം അനുഭവിക്കുന്നതിലേക്ക്, നിൻ്റെ വിശക്കുന്നവന് ആഹാരവും നഗ്നന് വസ്ത്രവും പാർപ്പിടമില്ലാത്തവന് പാർപ്പിടവും സ്ഥലമില്ലാത്തവന് സ്ഥലമൊക്കെ ആയിട്ട് നീ അങ്ങ് പോകണമെന്ന് എന്ന് പറഞ്ഞാൽ, എൻ ജീവൻ നിങ്ങൾക്കായി ബലി അണച്ചു, എൻ താതൻ നിങ്ങളിൽ സംപ്രീതനായി, എൻ ആത്മാവാൽ നിങ്ങളെ ധന്യരാക്കി, ഇനി പോവുക എൻ ജീവൻ പകർന്നിടുവാൻ. വിശന്നവനായി വിയർത്തവനായി നഗ്നനായി നിങ്ങൾ എന്നെ കാണും. വിശന്നവനായി വിയർത്തവനായി നഗ്നനായി നിങ്ങൾ എന്നെ കാണും. എൻ സ്വരം കേട്ടങ്ങു വന്നിടണം, ഇന്നു നൽകിയ സ്നേഹം പകർന്നിടണം. അതെ, വിശക്കുന്നവനും വിയർക്കുന്നവനും നഗ്നനായും നിങ്ങൾ എന്നെ കാണും. എൻ്റെ സ്വരം കേട്ട് അങ്ങ് വന്നിടണം. ഇന്ന് ഞാൻ നിനക്ക് നൽകിയ ഈ തുള്ളിച്ചാട്ടം അവനും കിട്ടണം. പാടത്ത് പണിയെടുക്കുന്നവരിൽ, പണിശാലകളിൽ, തൊഴിൽ മേഖലകളിൽ എല്ലാവരോടും കരുണയും സ്നേഹവും ആവശ്യമായതെല്ലാം കൊടുക്കണം. അപ്പോഴാണ് വിശ്വാസിയാവുകയുള്ളൂ. രണ്ടാമത്തെ ലേഖനം പ്രിയമുള്ളവരെ, പൗലോസ് എഴുതിയത് 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 40 വരെ വാക്യങ്ങളാണ്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമുക്ക് വേഗത്തിലൊന്ന് ഓടിച്ചു പോകാം. 14-ാം അധ്യായം 34 മുതൽ 41 വരെ. 1 കൊരിന്ത്യർ 14, 34, 40 നമുക്ക് പെട്ടെന്നൊന്ന് വായിച്ചു പോയാൽ, വിശുദ്ധരുടെ എല്ലാ സഭകളിലും പതിവുള്ളതുപോലെ സമ്മേളനങ്ങളിൽ സ്ത്രീകൾ മൗനമായിരിക്കണം, സംസാരിക്കാൻ അവർക്ക് അനുവാദമില്ല, നിയമം അനുശാസിക്കുന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്ത്രീകളുടെ കാര്യങ്ങളാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ വചനം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സ്ത്രീകൾക്ക് സഭയിൽ ശുശ്രൂഷയ്ക്ക് സ്ഥാനമില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ഞാൻ സ്ത്രീകൾക്ക് സഭയിലുള്ള സ്ഥാനം എന്താണെന്നും അല്ലെങ്കിൽ ദൈവത്തിന് സ്ത്രീകൾക്കുള്ള ദൈവമുമ്പാകെയുള്ള സ്ഥാനം എന്താണെന്നൊക്കെ എൻ്റെ ഈ എല്ലാ ദിവസവുമുള്ള പ്രസംഗത്തിൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്ന ഭാഗത്തിൽ. അതുകൊണ്ട് ഈ ഭാഗം നിങ്ങൾ തെറ്റിദ്ധരിക്കാനല്ല, മറിച്ച് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, സഭാപിതാക്കന്മാർ പറയുന്നത്,
ഉചിതമല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുകയോ വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയുകയോ ചെയ്ത് ആരാധന അലങ്കോലപ്പെടുത്തുന്ന സ്ത്രീകളെ ഉദ്ദേശിച്ചായിരിക്കാം ഇവിടെ പറയുന്നതാണ് പിതാക്കന്മാർ എഴുതപ്പെട്ടിരിക്കുന്നത്. പുസ്തകത്തിൽ ബൈബിളിലെ വ്യാഖ്യാനമല്ല ഞാൻ പറഞ്ഞത്. പൗലോസ് അപ്പോസ്തലൻ ആ പശ്ചാത്തലത്തിൽ പറയാൻ കാരണം സ്ത്രീകളെ മിണ്ടാതിരിക്കണമെന്നും അവർക്കതിനുള്ള അധികാരമില്ല എന്നൊക്കെ പറയുന്നത് സുവിശേഷ വേലയിൽ അധികാരമില്ല എന്നല്ല പറയുന്നത്. അലങ്കോലപ്പെടുത്തുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും വർത്തമാനങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സ്ത്രീകൾ, ഇത്തരം സ്ത്രീകൾ ബഹളം വെക്കരുത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ പ്രിയമുള്ളവരെ, എല്ലാവരും എളിമയോടെ വിനയത്തോടെ, പ്രത്യേകിച്ച് സ്ത്രീകൾ ദൈവസന്നിധിയിൽ താഴ്മയോടെ നിൽക്കണമെന്ന് അവിടെ വേല ചെയ്യണമെന്നും പറയുകയാണ് അവിടെ പ്രത്യേകിച്ച്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, നമുക്ക് പെട്ടെന്ന് സമയത്തിൻ്റെ കുറവ് കൊണ്ട് അവിടുന്ന് പോകാം. എവൻഗേലിയോൻ നമ്മൾ വിശുദ്ധ കുർബാനയുടെ എവൻഗേലിയോൻ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 7 മുതൽ വാക്യങ്ങളാണ്. അത് നമ്മൾ പല പ്രാവശ്യവും ധ്യാനിച്ചിട്ടുള്ളതാണ്. പ്രേക്ഷിത ദൗത്യമാണ് അതിൻ്റെ അവിടെ പറയുന്നത്. ഇങ്ങനെയാണ് 2 പേരെ വീതം യേശു അയച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. തൻ്റെ ശിഷ്യന്മാർ ഈ 2 പേരെ യേശു പ്രേക്ഷിത പ്രവർത്തനത്തിന് അയക്കുക. 6-ാം അധ്യായം 7 മുതൽ 13 വരെ വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ഈ എളിമപ്പെട്ട് വിനയപ്പെട്ട് ഇങ്ങനെയൊക്കെ ജീവിച്ച് അവനവൻ്റെ കാര്യം നോക്കി പോകാമെന്ന് മാത്രമല്ല, എല്ലാം വേണം ഒക്കെ തന്നെ ഇരിക്കുമ്പോൾ തന്നെയും ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ചു കൊടുക്കാനുള്ള ഒരു ദൈവവിളിയും കൂടി നമ്മുടെ ജീവിതത്തിലുണ്ട്. അതും കൂടി നമ്മൾ തിരിച്ചറിയണം. അതും കൂടി നമ്മൾ അത് വരുമ്പോഴാണ് പൂർണ്ണമാകും. നമ്മൾ ഇത് യേശുക്രിസ്തു പറയുന്നുണ്ട്, എൻ്റെ പിതാവിനെ മനുഷ്യരുടെ മുമ്പാകെ ഏറ്റുപറയുന്നവനെ ഞാനും എൻ്റെ പിതാവിൻ്റെ മുമ്പാകെ ഏറ്റുപറയുമെന്ന് യേശു പറയുന്നു. എൻ്റെ പിതാവിനെ മനുഷ്യരുടെ മുമ്പാകെ ഏറ്റുപറയാത്തവനെ അന്ന് ന്യായവിധി ദിവസം ഞാനും എൻ്റെ പിതാവിൻ്റെ മുമ്പാകെ ഏറ്റുപറയില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏറ്റുപറയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മളെയും ഈ അപ്പോസ്തലന്മാരെ വിളിച്ചതുപോലെ ശിഷ്യരായി വിളിച്ചിരിക്കുകയാണ്. ശിഷ്യരായി എന്തിനാണ്? എന്നാൽ ഈ ശിഷ്യന്മാർ അന്ന് യേശു 2 പേരായിട്ട് അയക്കുമ്പോൾ യേശുവിനും അത്ര പൂർണ്ണത ഈ ശിഷ്യന്മാരിൽ കാണാൻ കഴിയില്ല. അത് വിശ്വസിച്ച് യേശു വിട്ടിട്ടുമില്ല. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോഴും യേശു അവരുടെ വിശ്വാസക്കുറവിനെയും ഹൃദയകാഠിന്യത്തെയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്, കുറ്റപ്പെടുത്തിയെന്ന്. അതുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ പൂർണ്ണത വന്നിട്ടല്ല ആരും പ്രേക്ഷിതരാകുന്നത്. അല്ലെങ്കിൽ സ്വഭാവ രൂപീകരണത്തിൻ്റെ പൂർണ്ണതയെത്തി അതിവിശുദ്ധനായിട്ട് ഞാൻ വേലയ്ക്ക് ഇറങ്ങുള്ളൂ എന്നും പറയണ്ട. അതൊക്കെ ദൈവത്തിൻ്റെ കൃപയാണ്. പൂർണ്ണനാക്കുന്നവൻ അവനാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ കണ്ടുവേണം ഓടാനെന്ന് പൗലോസ് പറയുന്നത് അതാണ്. അത് ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണെന്ന് യേശുക്രിസ്തുവിൻ്റെ ദർശനം നേരിട്ട് കിട്ടി വേലയ്ക്കായി നിയോഗിക്കപ്പെട്ട പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് പാവപ്പെട്ട നമ്മളൊക്കെ കുറവുകളുള്ളവരാണ്. പക്ഷേ യേശു നമ്മളെ വിളിക്കുകയാണ്, ആ കുറവിൽ നീ യേശുവിനെ പറയും. അപ്പോൾ 2 കാര്യം അങ്ങനെ പറയുമ്പോൾ, ഒന്ന്, നാം പൂർണ്ണനാകാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് വരും. മിണ്ടിയില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. പൂർണ്ണനാകാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് വരും. 2, പൂർത്തി വരുത്തുവാൻ. അതുകൊണ്ട് ആ യാത്രയ്ക്ക് പോകുമ്പോൾ 1-2 കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെങ്കുത്തായ മലകളൊക്കെ, പാലസ്തീൻ മലകളിലൂടെയൊക്കെ കയറി ഇറങ്ങി ശിഷ്യന്മാർ വീടാന്തരമൊക്കെ കയറി നടക്കുമ്പോൾ അവിടെ വടി കരുതിക്കൊള്ളണമെന്നാണ് പറയുന്നത്. വടിയല്ലാതെ വേറൊന്നും കരുതരുത്. അതെനിക്കൊക്കെ അനുഭവമാണ്. വയനാട് ജില്ലയിലും കർണാടകത്തിലൊക്കെ ഇങ്ങനെ സുവിശേഷ വേലയ്ക്കായിട്ട് പോകുമ്പോൾ കുത്തനെ മലഞ്ചെരുവുകളൊക്കെ കയറി വീടുകളിൽ, ഓരോ പള്ളികളിലൊക്കെ പോയി കൺവെൻഷൻ നടത്താൻ ചെല്ലുമ്പോൾ വൈകുന്നേരം കൺവെൻഷൻ, പകല് വികാരിയച്ഛൻ പറയും നമുക്ക് കുറച്ച് വീടുകൾ കയറിയാലോ എന്ന് ചോദിക്കും. അങ്ങനെ വീടുകളിലേക്ക് പോകലും പ്രാർത്ഥനയും അവരോട് കൺവെൻഷൻ വരാനൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന ഒരു അനുഭവമൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ചില സ്ഥലത്തൊക്കെ തെറ്റി വീണിട്ടുണ്ട്. ചിലപ്പോൾ പാറ ഇടുക്കുകളൊക്കെ ആയിരിക്കും. നമുക്കറിയാമല്ലോ, വയനാടൊക്കെ ഇങ്ങനെ ഉരുൾപൊട്ടുന്നൊക്കെ കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ അവിടുത്തെ പരിസ്ഥിതിയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ പാലസ്തീനായാലും ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് വടി പിടിക്കാമെന്നാണ് യേശു പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഒരു കരുതലല്ലാതെ വേറെ കരുതുന്ന അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ
പണമോ കരുതരുത്. അയ്യോ കുറേ പണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കുറേ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊണ്ടിട്ട് കുറേ കൃഷിഭൂമിയൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കും കുടുംബത്തിനും മക്കൾക്കൊക്കെ വരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ വേല ചെയ്യാമെന്ന് വിചാരിക്കുന്ന ചില പൊട്ടന്മാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഒന്നും നടക്കൂല, ഒന്നും നടക്കൂല. യേശു വിളിക്കുന്ന സമയത്ത് ഇറങ്ങിയാൽ നിന്നെക്കൊണ്ട് എന്തെങ്കിലും വേല ചെയ്യാൻ പറ്റും. അപ്പം നിനക്ക് എന്തൊക്കെ ആവശ്യമുണ്ടാകും നിൻ്റെ വീട്ടിൽ തരാം. എൻ്റെ അനുഭവമാണ്, എൻ്റെ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. നീ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇറങ്ങാമെന്ന് വെച്ചാലോ നിന്നെക്കൊണ്ടൊന്നും നടക്കുകയില്ല, എന്നെക്കൊണ്ടൊന്നും നടക്കില്ല. ഞാൻ എൻ്റെ വരുമാന മാർഗമായിരുന്ന ബിസിനസ് ഉപേക്ഷിച്ച് കളഞ്ഞിട്ടാണ് ഞാൻ വേലയ്ക്ക് ഇറങ്ങിയത്. കർത്താവ് എന്നോട് പറഞ്ഞു, നിൻ്റെ എല്ലാം വിട്ട് കളയും. എൻ്റെ 14 സെൻറ്റ് സ്ഥലം എനിക്ക് അപ്പം ദാനമായി തന്ന 14 സെൻറ്റ് സ്ഥലത്ത് 53 അടക്കാമരം നട്ടിരുന്നു. ഞാൻ കായ്ച്ചു തുടങ്ങിയായിരുന്നു. 10 ജാതിമരം ഉണ്ടായിരുന്നു, കായ്ച്ചു തുടങ്ങിയായിരുന്നു. അപ്പൻ വെച്ച തെങ്ങുണ്ടായിരുന്നു തറവാട്ട് വക സ്ഥലത്ത്. ഞാൻ പുതുതായിട്ട് വെച്ച തെങ്ങുണ്ടായിരുന്നു. എല്ലാം വെട്ടിക്കളഞ്ഞു. ഈ 14 സെൻറ്റ് സ്ഥലം മൊത്തം മണ്ണ് കൊണ്ട് തറ കോരി ഓല കൊണ്ട് മേഞ്ഞ് ഭിത്തിയൊക്കെ അടക്കാമരത്തിൻ്റെ വാരിയൊക്കെ വെച്ച് കെട്ടി ഓലക്കീറൊക്കെ വെച്ച് മറയൊക്കെ ഉണ്ടാക്കി വഴിയിൽ കടന്ന മാനസിക രോഗികളെയും ഭിക്ഷക്കാരെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിച്ചു. വീടിനോട് ചേർന്ന് ഇതെല്ലാം വെട്ടിക്കളഞ്ഞു. ഇന്നിപ്പോൾ 2 നില 3 നില കെട്ടിടങ്ങളായി, സൗകര്യങ്ങളായി. ഇതൊക്കെ പിന്നെ ദൈവം തന്നതാണ്. മക്കൾ പഠിച്ച് ജോലിക്കാരായി, മക്കൾ പുറം രാജ്യങ്ങളിൽ താമസിക്കുന്നു, അവിടെ ജോലി ചെയ്യുന്നു. ഇതൊക്കെ ഈ രണ്ടാമത്തെ കാര്യമാണ്. മുന്നമേ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക. അതുകൊണ്ട് നീ എല്ലാം ആയി തീർന്നിട്ട് നിനക്ക് എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നീ പോകാമെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാക്കില്ല. ആ ഉണ്ടാക്കുക അതിനെയാണ് ഞാൻ പൊട്ടനെന്ന് വിളിച്ചത്. അത് വിഡ്ഢി എന്നുള്ള അർത്ഥത്തിലല്ല വിളിച്ചത്. ദൈവത്തെ ബുദ്ധി പഠിപ്പിക്കുന്ന ചില ആളുകളുടെ അവരെയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത് വളരെ പ്രത്യേക കാര്യമാണ്. അതുകൊണ്ട് കരുതിയിട്ട് പോകാമെന്ന് വിചാരിക്കേണ്ട, നേരെ വിട്ടുകൊള്ളുക. അതുകൊണ്ട് ഞായറാഴ്ച കുർബാന കഴിഞ്ഞാൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലോ ഏതെങ്കിലും പാവപ്പെട്ട രോഗികളുടെ വീടുകളിലോ കാണാനൊക്കെ പോയി ഒരു ആശ്വാസവാക്ക് പറയുമെന്ന് തീരുമാനം എടുക്കുക. ഒന്നുമില്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് വരിക, ഇവിടെ എന്തോരം രോഗികളുണ്ട്, ഈ പാവങ്ങളോടൊക്കെ ഒന്ന് ദൈവസ്നേഹം പങ്കുവെക്കുക, ഇവിടെയൊക്കെ വല്ല കറിക്കരിഞ്ഞു കൊടുക്കുക, വല്ല തുണിയൊക്കെ അലക്കി കൊടുക്കുക. ഇതേതെങ്കിലും ചെയ്യുക. അല്ലാതെ മറിച്ച് വൈകുന്നേരത്തെ കുടുംബയോടിൻ്റെ പോലും പോകില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ മല്ലന്മാരുണ്ട്. കുർബാന കാണാൻ വന്ന് ആ കുർബാനയുടെ മധ്യത്തിൽ നടക്കുന്ന തീരാങ്ങാൻ പോകുമ്പോഴുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കണ്ണൊക്കെ നിറച്ച് ഏകാഗ്രമായി മാതാവിൻ്റെ ഫോട്ടോയിലേക്ക്, ആ പള്ളി ആരുടെ നാമത്തിലേക്ക്, ആ വിശുദ്ധൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി എന്തോ വലിയ സംഭവത്തിന് വേണ്ടി കാത്തിക്കണ പോലെ, ഈ ഇറച്ചിക്കടയുടെ മുമ്പിൽ പട്ടി കുന്തുകാലയിൽ ഇരുന്നിട്ട് ആ എല്ലും കഷ്ണം കിട്ടാൻ നോക്കിക്കണ പോലെ നോക്കിയിരിക്കുന്ന വിശ്വാസികളുണ്ട് ലോകത്ത്. കുറ്റം പറഞ്ഞതല്ല, ആക്ഷേപിച്ചതല്ല. അങ്ങനത്തെ വിശ്വാസം കൊണ്ടൊന്നും നേടാൻ പോകുന്നില്ല. ആ ഞായറാഴ്ച ശാബത്ത് പൂർണ്ണമായിട്ട് ആചരിക്കണം. അങ്ങനെ നീ പോകാൻ യേശു പറയുകയാണ്. അങ്ങനെ പോകുമ്പോൾ നിന്നെ സ്വീകരിക്കുന്നിടത്ത് നിനക്ക് വലിയ പ്രതിഫലമുണ്ടാകുമെന്ന് പറയുകയാണ്. അവിടെ നിനക്ക് ആ അനുഗ്രഹമുണ്ട്. നിനക്ക് അവിടെ താമസിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ടൊന്നാകും. ആ വീട്ടിൽ താമസിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. വ്യക്തിബന്ധങ്ങളുണ്ടാവും, സ്നേഹബന്ധനങ്ങളുണ്ടാവും. അത്യാപത്ത് കാലത്ത് സഹായിക്കും, ഓടി വരും. എന്ത് ഹെൽപ്പ്, എൻ്റെ അനുഭവം പറയണം. ഓടി വരും, എന്ത് ഹെൽപ്പ് ചോദിച്ചാലും തരും. കോടികൾ വേണോ കോടികൾ തരും, ലക്ഷങ്ങൾ വേണോ ലക്ഷം, കിഡ്നി വേണോ കിഡ്നി തരും. ആത്മീയ സുഹൃത്ത് ബന്ധങ്ങളിൽ എന്തും ലഭ്യമാകും. അതുകൊണ്ട് ആ വീട്ടിൽ സമാധാനത്തിൻ്റെ പുത്രനുണ്ടെങ്കിൽ അവിടെ നിന്നെ സ്വീകരിക്കും. ഇല്ലെങ്കിലോ നിൻ്റെ കാലിലെ പൊടി തട്ടിക്കളയുക. ശമരിയ ദേശത്തുകൂടെ, ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ദേശത്തുകൂടെ യഹൂദന്മാർ യാത്ര ചെയ്യുമ്പോൾ അവർ ആ ദേശത്തെ പൊടി വരെ തൊട്ടിക്കളയുമെന്നാണ് ചരിത്രം. അതുകൊണ്ട് നീയും തട്ടിക്കളയുക. കാരണം എന്താ, അവിടുന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഒന്നുമില്ല, എന്നാൽ ഈ പൊടി നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല എന്ന് അന്ന് ന്യായവിധി ദിവസം സാക്ഷ്യം പറയുമെന്ന്. ഈ പൊടി ശിഷ്യന്മാർ സന്തോഷത്തോടെ പോയി അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു ജനങ്ങളോട്. അവരുടെ പിശാചുക്കളെ പുറത്താക്കി രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. ഹല്ലേലൂയ. അവസാനിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, നല്ലൊരു വിശുദ്ധ ആരാധന ഈ ഞായറാഴ്ച ദൈവം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. സന്തോഷത്തോടെ പോയി സ്വീകരിക്കുക. കേട്ട വാക്കുകളെല്ലാം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ഞായറാഴ്ച കുർബാന കാണാൻ പോകുകയല്ല,
സന്ധ്യ മുതലേ ഒരുങ്ങി കൊടുക്കേണ്ടവർക്ക് കൊടുത്ത് രമ്യതപ്പെടുന്നവരൊക്കെ രമ്യതപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് സത്യദൈവത്തെ മാത്രം ആരാധിച്ച് ഞായറാഴ്ച ദിവസം പട്ടിണി പാവങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക. കുർബാന കഴിഞ്ഞ് ആ തൊഴുത്തിൽ നിന്ന് പുറപ്പെടുന്ന പശുക്കൾ ആ കുട്ടിയെ പോലെ തുള്ളിച്ചാടി വന്ന് അല്പം ആഹാരം കഴിച്ചിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുക. പട്ടിണി പാവങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക, സുവിശേഷം അറിയിക്കുക. ഞാൻ പ്രേക്ഷിതനായി കർത്താവ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ദൈവരാജ്യത്തിൻ്റെ മക്കളാകുക. ഹല്ലേലൂയ, സ്തോത്രം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, നല്ലൊരു ആരാധന തരുവാൻ നല്ലൊരു കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. അനേകർക്ക് ഞങ്ങളുടെ ആരാധനയുടെ മഹത്വം ദർശിക്കുവാൻ, ആരാധനയുടെ ഫലം അനുഭവിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.